ചില സഹോദരിമാർ അവർക്ക് താടിയും മീശയും മുളക്കാറുണ്ട്. ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചില ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ചില സഹോദരിമാർക്ക് അവർക്ക് താടിയും മീശയും മുളക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെ അവരുടെ ബന്ധുക്കളിൽ നിന്ന് അനുഭവങ്ങൾ പറഞ്ഞത് കേൾക്കാറുണ്ട്. ഇങ്ങനെ ആ താടിയും മീശയും മുളച്ചു കഴിഞ്ഞാൽ നമുക്കത് വടിച്ചു കളയാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മുമ്പ് തന്നെ അതിനെപ്പറ്റിയൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ വീണ്ടും ചോദിക്കുന്നത് കൊണ്ടും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ മുളക്കുന്ന ആ രോമങ്ങൾ നമുക്ക് വടിച്ചു കളയാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. ഷാഫി മദ്ഹബിലെ പ്രമുഖ കിതാബാണ് അസ്നുൽ മത്വാലിബ്. ഈ ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമായ അസ്നുൽ മത്വാലിബ് എന്ന ഗ്രന്ഥം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ തങ്ങളുടെയും റംലി ഇമാമിൻ്റെയൊക്കെ ഉസ്താദ് അവരെഴുതിയ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. വൻ നെത്തുഫു ലി ലിഹിയത്തിൽ മർഅത്തി വ ഷാരിബിഹ മുസ്തഹബ്. സ്ത്രീകളുടെ രോമം, താടി രോമം, അതുപോലെ തന്നെ മീശ, ഇത് പറിച്ചു കളയൽ സുന്നത്താണ്. പറിച്ചു കളയൽ സുന്നത്താണ് എന്നാണ് പറയുന്നത്. ഇല്ലെന്ന ദാലിക്ക മുസ്ലത്തുൻ ഫി ഹഖിഹ. കാരണം ഇത് അവൾക്ക് ഒരു കുറവാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പല ആളുകൾക്കുള്ള പ്രശ്നം അതാണ്. ഇങ്ങനെ താടി രോമം മീശരൊക്കെ ഉണ്ടാവുമ്പോൾ ബന്ധുക്കളെയും മറ്റുള്ളവരെയും ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ, അവരോട് സംസാരിക്കാനൊക്കെ ഒരു മടിയും ഒരു കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം രോമങ്ങൾ പറിച്ചു കളയൽ സുന്നത്താണ് എന്നാണ് ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അടുത്ത അസ്നുൽ മത്വാലിബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. പറിച്ചു കളയലിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ നമ്മളെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു മഹാനബറുകളുടെ ഗ്രന്ഥമായ ശർഹുൽ മുഹദ്ദബിൽ രണ്ട് ഭാഗത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ. അമ്മൽ മർഅത്തു ഇദാ നബതത് ലഹാ ലിഹിയത്തുൻ ഫയുസ്തഹബ്ബു ഹൽഖുഹ. സ്ത്രീകൾക്ക് താടി മുളച്ചാൽ അത് പറിച്ചു കളയൽ സുന്നത്താണ് എന്നല്ല മഹാനവറുകൾ പറയും. ഫയുസ്തഹബ്ബു ഹൽഖുഹ, അത് വടിക്കൽ, ഷേവ് ചെയ്യൽ സുന്നത്താണ് എന്നാണ് പറയുന്നത്. ഇതേ ആശയം തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു മഹാനവറുടെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഇമാം ഖാലി ഹുസൈൻ പറഞ്ഞതായി കാണാൻ കഴിയും. ലൗ നബതത് ലിൽ മർഅത്തി ലിഹിയത്തുൻ ഇസ്തഹബ്ബ ലഹാ നത്ഫുഹ വ ഹൽഖുഹ. ഒരു സ്ത്രീക്ക് താടി രോമം മുളച്ചാൽ അത് പറിച്ചു കളയൽ അല്ലെങ്കിൽ വടിച്ചു കളയൽ, പറിക്കലോ വടിക്കലോ ഷേവ് ചെയ്യലോ സുന്നത്താണ്. ലഅന്നഹ മുസ്ലത്തുൻ ഫി ഹഖിഹ, അവൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, ഒരു കുറവാണ് എന്ന്. ഇന്ന് ബി ഖിലാഫി റജുലി, പുരുഷന് അങ്ങനെ താടിയോ രോമോ ഉണ്ടെങ്കിൽ അത് വടിച്ചു കളയൽ സുന്നത്തുമല്ല, പറിച്ചു കളയൽ സുന്നത്തുമല്ല. അപ്പോൾ സ്ത്രീകളായ സഹോദരിമാരായ ആളുകൾക്ക് ഇങ്ങനെ താടി രോമം, മീശ, അങ്ങനെ അതുപോലത്തെ അംഫക്കത്ത്, പന്നങ്ങത്താടി, ഇങ്ങനെയുള്ള ഈ ചുണ്ടിൻ്റെ കീപ്പത്തുള്ള താടികൾ, മുഖത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസിലൊക്കെ എന്തെങ്കിലും രോമങ്ങൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയൽ സുന്നത്താണ് എന്ന് ഇമാമുന നബവി റളിയല്ലാഹു അൻഹും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹും ഷാഫി മദ്ഹബിലെ വീക്ഷണം അവർ അടയാളപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള രോമങ്ങൾ പറിച്ചു കളയൽ അല്ലെങ്കിൽ ഷേവ് ചെയ്യൽ, വടിക്കൽ അത് സുന്നത്താണ്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.